ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുമ്പോഴോ പണം അയക്കുമ്പോഴോ ഒക്കെ ഫോണിലേക്ക് വരുന്ന ആ ഒരു നാലക്കമുണ്ടല്ലോ, OTP എന്ന് നമ്മൾ പറയുന്നത്, നാലക്കം അല്ലെങ്കിൽ 6 അക്കം. നാളെ മുതൽ, അതായത് 2026 ഏപ്രിൽ 1 മുതൽ നിങ്ങളുടെ ഫോണിൽ ആ പഴയ OTP മെസ്സേജുകൾ വന്നേക്കില്ല. പകരം ഡിജിറ്റൽ പണമിടപാടുകൾക്കായി പുതിയൊരു സുരക്ഷാ സംവിധാനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്നത്. UPI ക്രെഡിറ്റ് കാർഡുകൾ, UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ, മൊബൈൽ വാലറ്റുകൾ എന്നിവ വഴിയുള്ള എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും നാളെ മുതൽ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ അഥവാ ഇരട്ട സുരക്ഷാ പരിശോധന നിർബന്ധമാക്കുകയാണ്. ഇനി വെറും ഒരു SMS OTP മാത്രം പോരാ. പുതിയ നിയമപ്രകാരം പണം അയക്കാൻ നിങ്ങൾ 2 കാര്യങ്ങൾ തെളിയിക്കണം. ഇതിൽ ഒരെണ്ണം നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന പാസ്വേഡോ പിൻ നമ്പറോ ആകാം. രണ്ടാമത്തേത് നിങ്ങളുടെ ഫോൺ പോലെയുള്ള ഉപകരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിരലടയാളം, ഫേസ് ID എന്നിവയോ ആയിരിക്കണം. ഇതിൽ ഒരെണ്ണമെങ്കിലും ഓരോ ഇടപാടിനും പുതിയതായി ഉണ്ടാക്കുന്ന ഡൈനാമിക് ഫാക്ടർ ആയിരിക്കണം. ഇതിനർത്ഥം SMS വഴി വരുന്ന OTPകൾക്ക് പകരം ബാങ്കിംഗ് ആപ്പുകളിലൂടെയോ UPI ആപ്പുകളിലൂടെയോ തന്നെയുള്ള സുരക്ഷിതമായ ഇൻ ആപ്പ് അപ്രൂവലുകൾ വഴിയാകും ഇനി നമ്മൾ ഇടപാടുകൾ പൂർത്തിയാക്കുക എന്നതാണ്. എന്തിനാണ് ഒറ്റയടിക്ക് ഇങ്ങനൊരു വലിയ മാറ്റം എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. നിലവിൽ 40 കോടിയിലധികം UPI ഉപഭോക്താക്കളാണ് ഇന്ത്യയിലുള്ളത്. സിം സ്വാപ്പിംഗ്, ഫിഷിംഗ് തുടങ്ങിയ സൈബർ തട്ടിപ്പുകൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയി വരുന്ന സാധാരണ OTPകൾ തട്ടിപ്പുകാർക്ക് എളുപ്പത്തിൽ ചോർത്താൻ സാധിക്കും എന്നതിനാലാണ് RBI ഈ പുതിയ സുരക്ഷാ മതിലുകൾ പണിയുന്നത്. ഇതുകൂടാതെ റിസ്ക് അടിസ്ഥാനമാക്കിയുള്ള സുരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾ പതിവില്ലാത്ത ഒരു പുതിയ സ്ഥലത്ത് പോയി അല്ലെങ്കിൽ പുതിയൊരു ഫോണിൽ നിന്ന് പണം അയക്കാൻ ശ്രമിച്ചാൽ സിസ്റ്റം അത് മനസ്സിലാക്കുകയും നിങ്ങളുടെ പണം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ആവശ്യപ്പെടുകയും ചെയ്യും. ഇവിടെ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുൻപൊക്കെ പണം നഷ്ടപ്പെട്ടാൽ പലപ്പോഴും ബാങ്കുകൾ കൈമലർത്തുമായിരുന്നു. എന്നാൽ ഇനി മതിയായ സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം കാരണം പണം നഷ്ടപ്പെട്ടാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ബാങ്കുകളായിരിക്കും. ഉപഭോക്താവിന്റെ പണം പോയാൽ ഇനി ബാങ്കുകളും ഒന്ന് വിയർക്കുമെന്ന് സാരം. രാജ്യത്തിനകത്തെ ഇടപാടുകൾക്ക് നാളെ മുതൽ ഈ നിയമം ബാധകമാകുമെങ്കിലും വിദേശത്തെ ഇടപാടുകൾ പരിഷ്കരിക്കാൻ ഒക്ടോബർ 1, 2026 വരെ കാർഡ് ഇഷ്യൂ ചെയ്യുന്നവർക്ക് സമയം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ മുതൽ നമ്മുടെ ഡിജിറ്റൽ പണമിടപാടുകൾ കൂടുതൽ സുരക്ഷിതമാകാൻ പോവുകയാണ്. ഫോണിലെ മെസ്സേജ് ഇൻബോക്സിൽ വരുന്ന പരമ്പരാഗത OTPകൾ പതിയെ ഓർമ്മയാകും. പകരം നമ്മുടെ വിരലടയാളവും ബാങ്കിംഗ് ആപ്പുകളും ഇടപാടുകൾക്ക് കൂടുതൽ കരുത്തേക്കും. നാളെ മുതൽ വരാനിരിക്കുന്ന ഈ വലിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും അറിയിക്കുക. ജസ്റ്റിസ്